ശബരിമലയിലെ വിലപിടിപ്പുള്ള മുഴുവൻ വസ്തുക്കളുടെയും കണക്കെടുക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജി കെ.ടി. ശങ്കരനെ നിയോഗിച്ച് ഹൈക്കോടതി തിരുവാഭരണ രജിസ്റ്റർ അടക്കം പരിശോധിക്കും. അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി പറഞ്ഞു. ദ്വാരപാലക ശില്പം പുറത്തുകൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനം. എല്ലാ അറ്റകുറ്റപ്പണിയും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന നിർദ്ദേശം ലംഘിച്ചു. സ്വർണ്ണപീഠം സ്പോൺസറുടെ കൈവശമെത്തിയത് ഞെട്ടിക്കുന്നതെന്നും കോടതി പറഞ്ഞു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഈ ക്രമക്കേടുകൾക്ക് പിന്നാലെയും ആരോപണങ്ങൾക്കും ഒടുവിൽ എല്ലാ സ്വത്തുക്കളുടെയും കണക്കെടുക്കാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം എന്തൊക്കെ കാര്യങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ അവ്യക്തത നിലനിൽക്കുന്നത്? കോടതി എവിടെയൊക്കെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ ഇന്ന് ദേവസ്വം ബെഞ്ച് അതിരൂക്ഷമായ വിമർശനവും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേകമായ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോഴതിന്റെ ഉത്തരവ് വന്നിരിക്കുമ്പോഴാണ് കുറെ കൂടി ഗൗരവമായ കണ്ടെത്തലുകൾ ആ ഉത്തരവിലുള്ളത്. പ്രത്യേകിച്ച് ശബരിമല മാനുവൽ പ്രകാരം, ദേവസ്വം മാനുവൽ പ്രകാരം സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ അത് ഒരു തരത്തിലുമുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു എന്നുള്ളത് തന്നെ ആ ചട്ടങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് ഈ സ്വർണ്ണപാളികളും പീഠങ്ങളും ഒക്കെ കാണാതായ സംഭവത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം, ശബരിമല വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ സ്പോൺസറോട് കാര്യങ്ങൾ അന്വേഷിച്ചതുമാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു സെറ്റ് സ്വർണ്ണപാളികൾ കൂടി ഉണ്ട്, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച നിലയിൽ ഉണ്ട് എന്നൊരു കാര്യം കൂടി വ്യക്തമായത്. പക്ഷെ അത് കാണാനില്ല എന്ന് ഇന്ന് വിജിലൻസ് കോടതി അറിയിക്കുകയും ചെയ്തു. ആ സാഹചര്യമൊക്കെ വളരെ ഗൗരവമായി തന്നെയാണ് കോടതി കാണുന്നത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂമിൽ ഏതൊക്കെ തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ, സ്വർണം, വെള്ളി, രത്നം, അതോടൊപ്പം തന്നെ മറ്റു വിലപിടിപ്പുള്ള കല്ലുകൾ, അതോടൊപ്പം തന്നെ പഴയ ആന്റിക് ടൈപ്പ് ആയിട്ടുള്ള മറ്റു വസ്തുക്കൾ, ഇതെല്ലാം വളരെ സമഗ്രമായി തന്നെ ഹൈക്കോടതിയിലെ തന്നെ മുൻ ജഡ്ജി കൂടിയായിരുന്ന ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിശ്വസ്തനായ ഒരു വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തി പരിശോധിച്ച് അതിന്റെ വിലയും അതോടൊപ്പം തന്നെ മൂല്യവും നിശ്ചയിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ കുറെ കൂടി ഗൗരവമായ സ്വഭാവത്തിൽ കോടതി ദേവസ്വം ബോർഡിന്റെ നടപടികളെ കൂടി വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെടുത്തു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈവശമുള്ളതായി നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി നൽകാനും അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൈവശം ഇത് 2019 നടപടിക്രമങ്ങൾ പാലിക്കാതെ, മാത്രമല്ല മഹസറിൽ ഉൾപ്പെടെ കാര്യമായ വ്യത്യാസമുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ രാവിലെ നൽകിയതാണ്. ഇപ്പോൾ ആ ഉത്തരവിന്റെ കുറെ കൂടി വിശദമായ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദിവ്യ.